അദൃശ്യമായ ചില യാഥാർത്ഥ്യങ്ങളെ ഈ ലോകത്ത് അംഗീകരിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടോ എന്നുള്ളത് തന്നെയാണ് ഒരു വിശ്വാസിയുടെ ഈ ലോകത്തെ വലിയ പരീക്ഷണം. ഇതൊന്നും മനസ്സിലാക്കാൻ കഴിയാതെ വിദ്യാഭ്യാസമുള്ളവരാണെന്ന് കരുതി വിശ്വാസമുള്ളവരാണെന്ന് പറഞ്ഞ് നമ്മളൊക്കെ നേരി നടിക്കുമ്പോൾ നമ്മളെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ലാതാവുകയാണ്. പ്രപഞ്ചത്തിലെ ഏറ്റവും പരമമായ അദൃശ്യ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുന്നവനെ മുത്തക്കിയാകൂ, മുത്തക്കിക്ക് ഖുർആൻ വഴികാട്ടുമെന്ന് അള്ളാഹ് തന്നെയാണ് പറഞ്ഞത്. അള്ളാഹ് തന്നെ പറഞ്ഞു, എൻ്റെ ഈ ഖുർആൻ അങ്ങനെ അല്ലാത്തവന് വഴി കാട്ടൂല്ല എന്ന്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, കാണാത്തതുണ്ടെന്ന് വിശ്വസിക്കുന്നവനാണ്. അതിലെ ഈമാൻ തുടങ്ങുന്നുള്ളൂ. കാണാത്തതുണ്ടെന്ന്. ഈമാൻ ഉള്ള ആളുകളിൽ തന്നെ പല ആളുകളും ഇപ്പോൾ പറഞ്ഞു നടക്കേണ്ടത് കാട്ടിത്തന്നാൽ വിശ്വസിക്കാം, ശാസ്ത്രീയമായി തെളിയിച്ചാൽ വിശ്വസിക്കാമെന്ന്. എടാ, കണ്ടാൽ വിശ്വസിക്കാൻ ഒരു മനുഷ്യൻ്റെ ആവശ്യം പോലുമില്ല എന്നവർ മനസ്സിലാക്കേണ്ടതില്ലേ? രണ്ടാമതായി, ഈ കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധനായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പിഞ്ചു പയ്യനുണ്ട്. 13 വയസ്സ് മാത്രം പ്രായമുള്ള മുഹമ്മദ് ഹർസൽ എന്നെന്തോ പേരവൻ്റെ, ഞാൻ മറന്നുപോയി. അവനോട് ഈ കഴിഞ്ഞ ദിവസം ഒരു ചോദ്യം ചോദിച്ചു. ദൈവത്തെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെടേണ്ടതില്ലേ, തെളിയിക്കാൻ കഴിയുമോ എന്ന്. ആ കുട്ടിയുടെ ഉത്തരം, അവൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. അമേരിക്കയിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയുടെ 10 ലക്ഷം രൂപയുടെ ശാസ്ത്ര യൂണിവേഴ്സിറ്റിയുടെ അവാർഡിന് അർഹനായി കേരളം മുഴുവൻ ആഘോഷിക്കുന്ന ആ പയ്യൻ, അവൻ പറയുകയാണ് അതിന് മറുപടി, ഒരു കാലത്തും ശാസ്ത്രീയമായി അള്ളാഹുവിനെ തെളിയിക്കാൻ പറ്റില്ല. എന്താണതിന് കാരണം? അപ്പോൾ പിന്നെ ടെസ്റ്റിന് എന്താണ് അർത്ഥം? ഇതിൽ പരം ഒരു ഉത്തരം. പിന്നെ ടെസ്റ്റിന് എന്താണ് അർത്ഥം? അള്ളയെ നേരിട്ട് കണ്ടാൽ പിന്നെ ടെസ്റ്റ് പോയില്ലേ? എന്നിട്ട് വിശ്വസിച്ചോളാൻ പറഞ്ഞ ആരാ വിശ്വസിക്കാത്തുള്ളത്? സ്വർഗം കാട്ടിക്കൊടുത്ത സ്വർഗം കാണുമോ ഏതെങ്കിലും കാലത്ത്? കാണാൻ പറ്റില്ല. കാരണം കണ്ടിട്ട് വിശ്വസിക്കാൻ വിശ്വാസമോ പിന്നില്ല. നരകം ഏതെങ്കിലും കാലത്ത് കാണാൻ കഴിയുമോ? കാണുകയില്ല. കാരണം കണ്ടാൽ പിന്നെ അത് വിശ്വാസത്തിൻ്റെ പ്രശ്നമല്ലത്. വിശ്വാസം ടെസ്റ്റാണ്. അതുകൊണ്ട് അതുപോലെ തന്നെ നേരിട്ട വസ്തു കാണുന്നതിരിക്കട്ടെ, ആ വസ്തുവിനെ ശാസ്ത്രീയമായി സയൻറ്റിഫിക്കലായി പ്രൂവ് ചെയ്യാനും ഒരു കാലത്തും കഴിയില്ല, കഴിയരുത്. അള്ളാഹുവിനെ കഴിഞ്ഞാൽ ടെസ്റ്റ് പോയി. കൊച്ചു പയ്യൻ പറഞ്ഞ മറുപടിയാണ്, ടെസ്റ്റ് പോയി. ശാസ്ത്രീയമായി ഇതുണ്ടെന്നൊരാൾ പ്രൂവ് ചെയ്ത ഒരു സംഗതിയെ ലോകത്തൊരാൾക്കും പിന്നെ നിരാകരിക്കാൻ പറ്റൂലല്ലോ. പറ്റുമോ? അവന് മുഴുവൻ ആളുകളതങ്ങ് വിശ്വസിക്കില്ലേ? പിന്നെ ടെസ്റ്റിന് എന്താണ് അർത്ഥം? പിന്നെ ടെസ്റ്റിന് എന്താണ് അർത്ഥം എന്ന് ഉത്തരപേപ്പർ കാണിച്ചു കൊടുത്തിട്ട് പരീക്ഷയ്ക്ക് എന്താണ് അർത്ഥമെന്ന്. ഇതന്നെ ഉത്തരപേപ്പർ കാട്ടിക്കൊടുത്തിട്ട് പരീക്ഷയ്ക്ക് അർത്ഥമുണ്ടോ? അതുകൊണ്ട് അള്ളാഹുവിനെ കാണില്ല, അള്ളാഹു കാട്ടിത്തരില്ല. അത് അള്ളാഹ് ഇല്ലാത്തതുകൊണ്ടല്ല, അള്ളാഹു ഇല്ലാത്തത് കൊണ്ടല്ല, അള്ളാഹു ഉണ്ടെന്നത് കൊണ്ട് തന്നെയാണ് അള്ളാഹുവിനെ കാണാത്തത്.